കൈ വെള്ളരുത്. വടവടൈ ഉള്ളി വടൈ. നല്ല മണം മാമ. ആ മണം കേട്ടാലറിയാം സാധനം ഉശിരനായിരിക്കും. മാമ അതെ, കൂടുതലും മൊരിയുന്നതിന് കോരി എടുക്ക്. കൂടുതലും മൊരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വരത്തില്ല. ഡേയ്, ഇത്രയും എനിക്ക് ചെയ്യാൻ അറിയാമെങ്കിലുണ്ടല്ലേ, നീ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട കേട്ടാ. ഇപ്പൊ അങ്ങനെ ആയോ? നന്ദി വേണം മാമ, നന്ദി. എന്തിന്? ഇതിന്റെ കൂട്ട് മൊത്തം ഞാനല്ലയോ പറഞ്ഞു തന്നത്? ആര് പറഞ്ഞു തന്ന്? ഞാൻ പറഞ്ഞു തന്നു. എന്താ എന്തിനാ കള്ളത്തരം പറഞ്ഞത്? മാമന ഞാൻ നോക്കത്തില്ല. ഞാനല്ലേ മാമ, സത്യം പറഞ്ഞ ഞാനല്ലേ പറഞ്ഞു തന്നത്. അല്ല മാമൻ എന്തെങ്കിലും അറിയാറുണ്ട്? എന്തിന്? നിനക്ക് അതിന്റെ ക്രെഡിറ്റ് അടിക്കാനാ? എനിക്ക് എന്തിനാ ക്രെഡിറ്റ്? ക്രെഡിറ്റ് ഒക്കെ മാമൻ കൊണ്ടുപോയിക്കോ. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. ആ നന്ദി മതി. സത്യം പറയാടാ. നോക്ക്, എനിക്കോ നിനക്കോ ഇത് ഉണ്ടാക്കാൻ അറിയാം. എന്തുകൊണ്ടോ പ്ലാവിന്ന് ഒരു ചക്ക പെഴുന്നു മുയൽ ചത്തു എന്ന് പറയും പോലെയാണ് ഇത്. എങ്ങനെ നോക്കി ശരിയായി? അത് ശരിയാ. ഏയ്, പിങ്കി വരികയാണെങ്കിൽ ഉണ്ടല്ലേ, ഇത് കാണുമ്പോ ഞെട്ടും. ഞെട്ടുവന്നോ? ഞെട്ടുന്ന മാത്രമല്ല മാമ, ഇത് കണ്ടു കഴിഞ്ഞാലേ അവക്ക് ദാണ്ട് മൂക്കി കൂടെ കയറ്റാനേ ഉള്ളൂ. മൊത്തം തിന്നുകളി. അവള് വരുന്നതിന് മുമ്പ് നമുക്ക് ഓരോന്നെടുത്ത് കഴിച്ചാലോ? എന്തിനാ ഓരോന്നാക്കുന്നത്? ഈ രണ്ടെണ്ണം വീതം കഴിക്കാം. എങ്കിൽ രണ്ടെങ്കിൽ രണ്ട് കഴിക്കാം. ചൂട് ചൂട് ചൂട്. നല്ല രുചി. അത്ര പോരല്ലേ? ഇന്നലത്തെ അത്ര പോരാ. കുഴപ്പമില്ല, ഇനി വേറെ കടയിൽ നിന്ന് മേടിക്കാം. കറക്റ്റ്. എടി കാർത്തു, നിന്നോട് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്തോന്ന്? എടി നീ ആ വളവില് നോക്കിക്കോണേ, അവിടെ ഒരു വായി നോക്കി എന്നും ഉണ്ടാവും. ആരാണെന്നൊന്നും പറഞ്ഞൂടാ, എന്നും കണ്ണാടി വെച്ച് എന്നെ തന്നെ നോക്കിയിട്ട് അവിടെ നിൽക്കുന്നത്. ഓ, ഇപ്പൊ വരെ ശരിക്കും ഫാൻസ് കൂടി കൂടി വരാണല്ലേ. എന്ത് ചെയ്യാൻ, ദൈവം എനിക്ക് ഒരുപാട് സൗന്ദര്യം തന്നില്ലേ. ബാബാ ബാബാ പലവട്ടം കാത്തുന്നു അവനാണ് അവൻ ഞാൻ പറഞ്ഞത് കേട്ടോ. അത് വിഷ്ണുചേട്ടനല്ലേ? നിനക്കറിയോ? അറിയാം. കയ്യില് തൂവലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടല്ലോ. കോഴിയാണെന്ന് തോന്നണേ. പ്രപ്പോസ് ചെയ്യാനായിരിക്കും. പ്രപ്പോസ് ചെയ്യാനാ? ആ, എന്നാ അത് ചോദിക്കണല്ലോ. വാ വാ ട്ടോ, തനിക്ക് നാണല്ലേ ഇടോ ഇങ്ങനെ വായി നോക്കിണ്ട് ഇവിടെ നിൽക്കാൻ? അതിന് താനാരാ? ഓ, നമ്പർ. എടി അടുത്ത നമ്പർ. എടോ എനിക്കറിയാം താൻ എന്നും എന്നെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കണത്. താൻ എന്തോ ഇവിടെ പശു ഒട്ടിച്ച് വെച്ചേക്കാണോ? എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഹലോ, എക്സ്ക്യൂസ് മീ, താനെന്താ പറഞ്ഞു വന്നത്? തന്നെ ഞാൻ വായി നോക്കി വന്നു? അതെ. അയ്യേ, തന്നെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെ വായി നോക്കുന്ന? കണ്ടിട്ടില്ലേ കറുത്തു? പിന്നെന്തിനാ രാവിലെ ഇവിടെ വന്ന് കുറ്റിയടിച്ചിരിക്കണത്? അത് എന്റെ ഒരു ചിക്കനെ കാണാൻ വന്നേ. ഓ എടോ, താൻ ഉടായിപ്പല്ലേ കാണിക്കുന്നേ? എനിക്കറിയാം താൻ എന്നെ തന്നെ ട്യൂൺ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണേന്ന്. ഹേയ്, അല്ല 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 അല്ല, കുട്ടി എന്നെ വല്ലാതെ തീർച്ചിരിക്കുക. ഞാൻ കുട്ടിയെ കാണാൻ വന്നതേ അല്ല. പിന്നെ ഞാൻ എന്റെ മാലുവിനെ കാണാൻ വന്നത്. മാലു? ഏത് മാലു? മാലുവിനെ അറിയില്ല? നല്ല നീളമുള്ള, നല്ല വെളുത്തിട്ട്, നല്ല മുടിയുള്ള. ഓ, അപ്പൊ എന്നെ അല്ലായിരുന്നല്ലേ? കുഴപ്പമില്ല, ഞാൻ തെറ്റിദ്ധരിച്ചേ അല്ലേ? ഇറ്റ്സ് ഓക്കെ, കുട്ടിയെ ഞാൻ ഒരിക്കലും നോക്കില്ല. അതിന് എനിക്കെന്തോ കുഴപ്പം? തനിക്ക് മൊത്തത്തിൽ കുഴപ്പമേ ഉള്ളൂ. തന്റെ ഈ പൊക്കം, കണ്ണ്, മൂക്ക്, അറ്റ്ലീസ്റ്റ് മുടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് നോക്കാമായിരുന്നു. അയ്യേ, ഇതെന്ത് മുടി? അതൊക്കെ എന്റെ മാലുവിന്റെ മുടി, നല്ല പനകോല പോലത്തെ മുടി. ഓ, എനിക്കെന്താ ഇതുവരെയൊക്കെ മുടി ഉണ്ടായിരുന്നു. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുകൊണ്ട് ഞാൻ വെട്ടിക്കളഞ്ഞ അല്ലേടി? അതൊക്കെ ഉണ്ട്. ഞങ്ങൾ പോണു. അതെ, മുടി വളർത്താൻ ഒരു കൈ നോക്കാം കേട്ടോ. ഓ വേണ്ട, ഒരു കൈ രണ്ട് കൈ. മൊത്തം തുമ്പ് കയറി ഇരിക്കാനല്ലേ. അപ്പോ രാമംഗളൻ അപ്പച്ചിയൊക്കെ വിളിച്ചായിരുന്നോ? ആ, വിളിച്ചു മക്കളാ. അവര് 2 ദിവസം കഴിഞ്ഞ് വരുമെന്നു. ഓ, മക്കളൊരു കാര്യം ചെയ്യും, അടുക്കളയിൽ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, എടുത്തു കൂടി പോ. ഓ, അപ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ സ്ത്രീ സൗന്ദര്യ സങ്കല്പത്തെ പറ്റി ഒന്ന് പറയാവോ? എന്തൊരു
അപ്പു ഈ സ്ത്രീകൾക്ക് സൗന്ദര്യം വേണമെങ്കിലേ ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് പറയൂ. അപ്പൊ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. ഇല്ലല്ലേ? എങ്കിലും ആ. സ്ത്രീകളുടെ സൗന്ദര്യം എന്തോന്നാണ്? മുടിയാണ്. ഈ മുടി തന്നെ വേണോ? നല്ല ഭംഗിയുള്ള മുഖം പോരെ? മക്കളെ, എത്ര കാണാൻ കൊള്ളാത്ത പെമ്പിള്ളേർ മുടിയാണ് സൗന്ദര്യം. നോക്ക്, അത് ചന്തി വരെ മറന്നിട. ശ്ശേ. ഈ മുടി പെട്ടെന്ന് വളരെ എന്തെങ്കിലും എണ്ണയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് എണ്ണയൊന്നുമില്ല. ആ. ഉണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ തേച്ച മുടി വളരൂല്ലേ? പെട്ടെന്ന് വളരോ? പെട്ടെന്നൊന്നും വളരും തരും മാജിക്കാ, ക്രമേണ കൊണ്ട് വളരും. ശ്ശേ. അങ്ങനെ വളർന്നാ പോരല്ല. അപ്പോ ആ? ഈ പെട്ടെന്ന് മുടി വളരാൻ എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ? നീ അയച്ചുപോ, എനിക്കിവിടെ ജോലി കിടക്കുകയാണ്. പൊടിക്കൈ കൊണ്ടുവന്നെങ്കിൽ പാടി അയച്ചു. ശ്ശേ. ഈ അപ്പൂനെ കൊണ്ടുവന്നോ? മാമന്റെ അടുത്ത് വെച്ചോക്കാം. ശരി എന്നാ. ആ പോ.